പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ മത്തായിയുടെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിലെ 13-ാം വചനം കാണിക്കുകയാണ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചയുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ ആ കാലത്ത് ദേവാലയത്തിൽ യേശു പ്രവേശിച്ചപ്പോൾ അവിടെ നാണയമാറ്റക്കാരും പ്രാവ് വിൽപ്പനക്കാരുമൊക്കെ ആയിരുന്നു. യേശു ദേഷ്യപ്പെട്ട് ചാട്ടവാറിനെ എല്ലാവരെയും അടിച്ചു ഓടിച്ചു. എന്നതുപോലെ ഇന്നിൻ്റെ കാലത്ത് ബിസിനസ്സായിട്ട് ദേവാലയത്തിൻ്റെ പരിസരങ്ങളിലും മറ്റും ബിസിനസ്സായിട്ട് കാണുന്ന കുറേ വ്യക്തികളുണ്ട്. അത് നമ്മൾ ചേഞ്ച് കൊടുക്കണം എല്ലാത്തിനും, അല്ലെങ്കിൽ നമ്മൾ അത് ഒരു വളർച്ചയുടെ തെറ്റിലേക്കുള്ള വളർച്ചയുടെ ഒരു പാതയായിട്ട് മാറും. ഇപ്പം പല പല സംഘടനകളുണ്ട്. ദേവാലയം പള്ളി വകയായിട്ട് പല പല സംഘടനകൾ, ചാരിറ്റി സംഘടനകൾ. എന്ന പോലെ തന്നെ ചെറുപ്പം മുതലായിരിക്കുമ്പോഴും തിരുവാല സഖ്യം തുടങ്ങി, KCYയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏത് പ്രസ്ഥാനമാണെങ്കിലും, ഇപ്പോൾ ഒരു വികാരിയച്ഛൻ ഒരു ദേവാലയത്തിൽ 5 വർഷക്കാലമായിരിക്കും ആ ദേവാലയത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുക. അതിനുശേഷം അച്ഛനെ മാറ്റം. അപ്പോൾ അച്ഛൻ നിൽക്കെ തന്നെ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ഏതൊരു ചാരിറ്റബിൾ സംഘടനകളുടെയും തലപ്പത്തിരിക്കുന്നവരെ മാറ്റണം. ഒരു 3 വർഷം കൂടുമ്പോൾ അവർക്ക് പകരക്കാരെ മാറ്റി നിയമിക്കണം. അതല്ലെങ്കിൽ അത് നമുക്ക് തോന്നും, അയാളില്ലെങ്കിൽ ആ ചേട്ടനില്ലെങ്കിൽ അതിലൊന്നുമല്ല, ആ സംഘടനയിൽ ആ ചേട്ടൻ വേണം, ആ ചേട്ടൻ തന്നെ നിൽക്കട്ടെ. അത് പാടില്ലത്. നമുക്ക് എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കണം. അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇപ്പം ഒരു ചേട്ടൻ ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ നിന്നോട്ടെ. ആ ചേട്ടൻ എന്താ ചെയ്യേണ്ടത്? ആ ചേട്ടൻ രക്ഷാധികാരി, അതിൽ നിന്ന് മാറിയിട്ട് അടുത്ത ആളെ കയറ്റിയിട്ട് രക്ഷാധികാരിയായിട്ട് നിന്ന് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അവിടെ തെറ്റുകൾ വർദ്ധിക്കും. അതൊരു കുടുംബക്കാരുടെ സ്വത്തായിട്ട് മാറും. ഏതൊരു പ്രസ്ഥാനം എടുത്തു വയ്ക്കും, മന്നപ്രിയ ആണെങ്കിലും, എന്നപോലെ തന്നെ വിൻസെൻ്റ് ഇപ്പോൾ ആണെങ്കിലും, പാരിഷ് കമ്മിറ്റി ആണെങ്കിലും, കേന്ദ്ര സമിതി കമ്മിറ്റി ആണെങ്കിലും, ചാരിറ്റബിൾ എന്തെങ്കിലും